ഹലോ. ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ചോറും കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീൻസ് ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തു, കുറച്ച് മുളക് എടുത്തു, അത് നല്ലപോലെ കട്ട് ചെയ്ത് ക്യാരറ്റും ബീൻസും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാനിലേക്ക് കുറച്ച് ചൂട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മുളകും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നല്ലപോലെ ഇട്ട് സോട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് നല്ല വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. എനിക്ക് അത്ര എരിവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. അത് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് പാനിലേക്കിട്ട് അതും കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ആ വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലപോലെ വരട്ടിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ബീൻസ് തോരൻ ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ ഓർത്തു ഒഴിച്ചു കൂട്ടാനായിട്ട് കറിയൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പെട്ടെന്നൊരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. കട്ട തൈരായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അതിൽ ചേർത്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുഞ്ഞി സവാളയും കുറച്ച് മുളകും ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി തൈരിൽ ഇട്ടിരിക്കുന്നുണ്ട്, എക്സ്ട്രാ വേണമെന്നില്ല. ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, അത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്വിമ്മിലിടുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ മോര് കറി ഇവിടെ റെഡിയായി. ഇനി നമ്മുടെ നല്ല ചൂട് കുത്തിരി ചോറും അതിലേക്ക് നല്ല സ്പൈസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം എരിവുള്ള കുറച്ച് തോരനും ഇടാം. അതിനുശേഷം നമ്മുടെ മോര് കറി, മോരിനധികം പുളിയൊന്നുമില്ല കേട്ടോ, ഇവിടുത്തെ മോരിനധികം പുളിയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആ മോര് കറി ഇടാം. പിന്നെ ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീൻ കൂടി ഇടുന്നുണ്ട്. ഉണക്ക ചെമ്മീൻ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തു വിട്ടതാണ്. പക്ഷെ അതിപ്പോൾ ഓൾമോസ്റ്റ് തീർന്നു. കുറേ നാളായി കൊടുത്തു വിട്ടിട്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇതോടുകൂടി ഉണക്ക ചെമ്മീൻ കഴിഞ്ഞു. പിന്നെ ഒരു മൂവി കൂടി ഞാൻ ഇട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓഫ് ഡേ എന്ന് പറയുന്നത്.